ഡ്രൈവിംഗ് ലൈസൻസിന്റെയും RC ബുക്കുകളുടെയും വിതരണം നിലച്ചുവെന്ന ജനം TV വാർത്തയെ തുടർന്ന് ബദൽ സംവിധാനവുമായി മോട്ടോർ വാഹന വകുപ്പ്. ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്തവർക്ക് ഡിജി ലോക്കർ പരിവാഹൻ, പരിവാഹൻ എന്നിവയിൽ നിന്നുള്ള കോപ്പികൾ ഉപയോഗിക്കാമെന്ന് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. ജനം ഇംപാക്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകളിൽ നിന്നും വാഹന ഉടമകളിൽ നിന്നും കാർഡിന്റെ പ്രിന്റിംഗ് ചാർജും പോസ്റ്റൽ ചാർജും മുൻകൂട്ടി വാങ്ങിയെങ്കിലും ഈ തുക സർക്കാർ വകമാറ്റിയതാണ് ഇവയുടെ വിതരണം പ്രതിസന്ധിയിലാകാൻ കാരണം. ഒക്ടോബറിന് ശേഷം അംഗീകാരം ലഭിച്ച ലൈസൻസുകളും RC ബുക്കുകളും ഇതുവരെയും വിതരണം ചെയ്തിട്ടില്ല. കഴിഞ്ഞ നവംബർ 17-ന് പ്രിന്റിംഗ് പൂർണ്ണമായി നിലയ്ക്കുകയും ചെയ്തു. പോസ്റ്റൽ ചാർജായി 45 രൂപയും പ്ലാസ്റ്റിക് കാർഡ് പ്രിന്റിംഗിനായി 200 രൂപയുമാണ് ഈടാക്കിയിട്ടുള്ളത്. ഈ തുക വകമാറ്റിയതടക്കമുള്ള സർക്കാർ സമീപനം വ്യാപക പ്രതിഷേധത്തിന് ഇടയാക്കി. ഇത് സംബന്ധിച്ച് ജനം TV നൽകിയ വാർത്തയെ തുടർന്നാണ് ഡ്രൈവിംഗ് ലൈസൻസ് ലഭിക്കാത്തവർക്ക് ഡിജി ലോക്കർ, പരിവാഹൻ, പരിവാഹൻ എന്നിവയിലൂടെ ലഭിക്കുന്ന കോപ്പികൾ ഉപയോഗിക്കാമെന്ന് കാട്ടി മോട്ടോർ വാഹന വകുപ്പ് ബുധനാഴ്ച ഉത്തരവിറക്കിയത്. ഇതേസമയം ക്രമം മറികടന്ന് ലൈസൻസും RC ബുക്കും വിതരണം ചെയ്യുന്നതിനായി ചില മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരും ഡ്രൈവിംഗ് സ്കൂളുകാരും കേന്ദ്രീകൃത പ്രിന്റിംഗ് സംവിധാനം അട്ടിമറിക്കാൻ സർക്കാരിൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. നിലവിൽ ലക്ഷക്കണക്കിന് RC ബുക്കുകളുടെയും ഡ്രൈവിംഗ് ലൈസൻസുകളുടെയും വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. ഇതും കേന്ദ്രീകൃത പ്രിന്റിംഗ് അട്ടിമറിക്കാനുള്ള ആയുധമാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. സുധീഷ് ഗോപാൽ, ജനം, കൊച്ചി.